നമ്മൾക്ക് പറ്റുന്ന വലിയ ഒരു തെറ്റ്, കൺവെൻഷനുകളിലും ക്രൂസൈഡുകളിലുമൊക്കെ വരുന്ന ഒരു തെറ്റ് എന്താണ്? വീണ്ടും ജനനത്തിനുള്ളതായ അവസരം വളരെ കുറച്ചേ ഉള്ളൂ. വീണ്ടും ജനിപ്പിക്കുന്ന വചനമല്ല, വിശ്വസിപ്പിക്കുന്ന വചനമാണ് വരുന്നത്. പ്രാസംഗികന്മാർ എഴുന്നേറ്റ് ക്രിസ്തുവിനെ വിശ്വസിക്കുക, 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 അത്ഭുതങ്ങൾ നടക്കും, വിടുതലുണ്ടാകുമെന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അങ്ങ് വിശ്വസിപ്പിക്കുന്നു. വിശ്വസിച്ചാൽ വീണ്ടും ജനനം നടക്കുകയില്ല. വിശ്വസിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ആരംഭം, കാട് വെട്ടി മറിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരിടത്ത് പുല്ലും എല്ലാം തെരഞ്ഞ ഒരു വീട് പണിയണമെങ്കിൽ ആദ്യമേ അവിടുത്തെ കാടൊക്കെ വെട്ടി മാറ്റുന്നതേ ഉള്ളൂ ഈ വിശ്വസിപ്പിക്കുക എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, വിശ്വസിക്കുന്നവരെല്ലാം സ്വർഗത്തിൽ പോകണമെങ്കിൽ ആദ്യമേ പോകേണ്ടത് സാത്താനും സൈന്യ പിശാചുക്കളാണ് പോകേണ്ടത്. കാരണം പിശാചുക്കൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ യോഗങ്ങളിൽ നാം കൈപൊക്കി അനേകർ വരുന്നതൊന്നും വീണ്ടും ജനനം നടക്കുന്നില്ല. വീണ്ടും ജനനം നടക്കണമെങ്കിൽ കാട് വെട്ടി തെളിച്ചിട്ട് അവിടെ കഠിന ഹൃദയങ്ങളെ ഉഴുന്ന് പാപത്തിനു വേണ്ടി കരച്ചിലുണ്ടായി കഴിയുമ്പോഴാണ് വീണ്ടും ജനനത്തിൻ്റെ ആരംഭമുണ്ടാകുന്നത്. എന്നാൽ ഇന്ന് പ്രാസംഗികന്മാർ കൂടുതലും നിന്ന് പ്രസംഗിച്ച് ജനങ്ങളെ അങ്ങ് ഇളക്കും. അവരുടെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അവർ തന്നെത്താനെ അങ്ങ് കരഞ്ഞു പോകും. കൈ പൊക്കും, പറയുമ്പോൾ വേണമെങ്കിൽ 2 കൈയും അങ്ങ് പൊക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടുമാണ്. അങ്ങനെ വലിയൊരു ചതിവ് ഇന്ന് സുവിശേഷ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്ര പറഞ്ഞാൽ ഇതാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം ആളുകൾ കുറച്ച് കൂടും. നമ്മുടെ യോഗം വളരെ അനുഗ്രഹമായിരുന്നല്ലോ. ഇന്നത്തെ യോഗത്തിൻ്റെ അനുഗ്രഹം എങ്ങനെയാണെന്ന് നോക്കി. എത്ര ആൾ കൂടി, കുറച്ചേ ആളോ, അവിടെ ഒരു ഗുണവുമില്ല. ആളുകൾ കൂടിയാൽ എന്താണ് അനുഗ്രഹമെന്ന് ചിന്തിച്ചു പോകും. ഇതൊന്നും ദൈവീക മാർഗമല്ല. സുവിശേഷ പ്രസംഗത്തിൽ സാത്താൻ കടന്നിട്ട് യഥാർത്ഥ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുകയാണ്. നമ്മുടെ സുവിശേഷ വചനം ജനിപ്പിക്കുന്ന വചനമാകണം. പത്രോസ് എഴുന്നേറ്റ് നിന്ന് യേശു നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് പറയാമായിരുന്നു. നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. പത്രോസിന് എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾ ക്രൂശിച്ച കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ നാമത്തിൽ ഇന്ന് രോഗസൗഖ്യങ്ങൾ ഉണ്ടാവും, മുടന്തന്മാരെല്ലാം മുൻപോട്ട് വരട്ടെ, ഞാൻ അവരെ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് കാര്യം ചെയ്യാമായിരുന്നു. എന്നാൽ പത്രോസ് അതല്ല ചെയ്തത്. പത്രോസ് ചെയ്തതാണ് വചനം പറഞ്ഞ് അത്ഭുതത്തിൻ്റെ അടയാളത്തിൻ്റെ ഒരു കാര്യവും പറയാതെ പറഞ്ഞ് അവരുടെ ഹൃദയത്തിൽ മനസ്സാക്ഷിയിൽ കുത്തുകൊണ്ടു. ആ പ്രസംഗങ്ങളാണ് ഇന്ന് വേണ്ടത്. അതിന്ന് കേരളത്തിൽ എത്ര കേൾക്കുന്നു. ഞാൻ പറയുന്നതും മാസികയിൽ വരുന്നത് എല്ലാം വെറും കുപ്പയ്ക്ക് പോലും കൊള്ളാവുന്നതല്ല. എന്നാൽ ജനങ്ങൾക്കതാണ് പ്രിയം. എനിക്കധികം കൺവെൻഷനിൽ സംബന്ധിക്കാൻ സമയം കിട്ടുന്നില്ല. എനിക്കങ്ങ് അവസരം കിട്ടുന്നില്ല. ഞാൻ ഒരു ദിവസം ഇവിടെ ഭാരതപ്പുഴ കൺവെൻഷനിൽ ഞങ്ങൾ 2 ദിവസം ഞാൻ വചനം സംസാരിക്കണം. എന്നാൽ ഒരു ദിവസം നേരത്തെ ഞങ്ങൾ വന്നു. അപ്പോൾ അന്നത്തെ പ്രസംഗം കേൾക്കാനും ഇവിടെ ഞാനിവിടെ പോയി. അപ്പോൾ ആ പ്രസംഗിയൻ സ്റ്റേജിൽ നിന്ന് തകർത്ത് പ്രസംഗിയ ജനങ്ങളെല്ലാം ഹല്ലേലൂയായും പറഞ്ഞങ്ങ് ചാടുകയാണ്. ഞാനത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇത്രമാത്രം വേദന. ദൈവമേ, ഈ കളിപ്പീരാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. ഈ കളിപ്പീരാണല്ലോ, ഈ അനുഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ കളിപ്പിക്കുകയാണല്ലോ എന്ന് കണ്ടപ്പോൾ വളരെ ഹൃദയവേദനയുണ്ടായി. ജനങ്ങളെല്ലാം ചാട്ടവും നൃത്തവുമാണ്. എല്ലാവരും പറയും ഭയങ്കര യോഗമായിരുന്നു. എന്താണ് കുരുടൻ എങ്ങനെയാണ് നടന്നത്, അതുപോലെ നീ വിശ്വസിച്ചാൽ നിൻ്റെ കാര്യം നടക്കും. വിശ്വസിക്കാൻ നിൻ്റെ കാര്യം നടക്കും. നിന്നെ ദൈവം അനുഗ്രഹിക്കും. പാപബോധം വരുത്തുന്ന ഒരു വചനം പോലും ഇല്ലായിരുന്നു. പാപബോധം വരുത്തുന്ന ഒരു വചനം പോലും ഇല്ലായിരുന്നു. പാപത്തെ തൊടുന്ന ഒരു വചനവും പോലും ഇല്ലായിരുന്നു. ഞാൻ വളരെ വളരെ ദുഃഖിതനായി. അപ്പോൾ അവർ പറയുന്നു ഞാൻ ചോദിച്ചു ഇന്നത്തെ യോഗം എങ്ങനെയാണെന്ന്. ചില കർത്താവിന് സമയം കണ്ടോ എത്ര തകർപ്പനായിരുന്നറിയാമോ. പ്രിയമുള്ളവരെ, അങ്ങനെ കേരളം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
വചനം വേണ്ടത് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പാപബോധം വരുത്തി അവരുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ വചനമാകുന്ന വിത്ത് വിതയ്ക്കത്തക്കവണ്ണം ഹൃദയം ഉഴുതു മറിച്ച് ശരിയാക്കിയിട്ട് വിത്ത് വിതയ്ക്കപ്പെടുന്ന കുത്തുകൊള്ളുന്ന വചനമാണ് വേണ്ടിയത്. ഇന്നതുകൊണ്ട് നമ്മൾ നടക്കുന്ന പറയുന്ന കൺവെൻഷനുകളിലൊന്നും ആത്മാക്കൾ ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ പറഞ്ഞത് വിടുതൽ വേണ്ടിയവരെല്ലാം മുൻപോട്ട് വരട്ടെ. അപ്പോൾ എത്ര പേരാ വരുന്നത്? അവർ കണ്ടോ എന്ത് വിടുതൽ വേണ്ടിയവർ, എല്ലാവർക്കും വിടുതലാണ് വേണ്ടിയത്. എത്ര പേരാ വരുന്നത്? അപ്പോഴത്തേക്ക് നൃത്തവും ബഹളവുമായ ഹാലേലൂയായും അന്യഭാഷയും ബഹളം തന്നെ. അവിടുത്തെ ഡ്രം അടിക്കാൻ തുടങ്ങുന്നു, ഡ്രം അടിച്ച് ഇലക്ട്രോണിക്കിൽ സ്പീഡ് കൂട്ടുന്നു, ആളുകൾ ഡ്രം തങ്ങ അന്യഭാഷ തന്നെ, ബഹളമേ ബഹളമാണ്. എല്ലാം ദുഷ്ടാത്മാവ്, പരിശുദ്ധാത്മാവല്ല. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല, വേറൊരാത്മാവാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഈ ഡ്രം സെറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ഇളകുന്നതല്ല പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ഗിത്താറിന് സ്പീഡ് കൂട്ടുന്നുണ്ടെങ്കിൽ കൂടുന്നതല്ല. അതെല്ലാം മനുഷ്യൻ്റെ വികാരത്തെ ഇളക്കി. ഞാൻ കോട്ടയത്തിനടുത്തുള്ള ഒരു സഭാ ഹാളിൽ ഇവിടെ കൺവെൻഷൻ നടത്തുകയായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. വാകത്താനത്താണ് വാകത്താനത്താണ്. അപ്പോൾ അവിടുത്തെ പാസ്റ്റർക്ക് ഒരു മകനേ ഉള്ളൂ. അപ്പോൾ ഞാനവിടെ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സ്നാനപ്പെടാനുള്ളപ്പോൾ ആ മകനൂടെ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഞായറാഴ്ച അത് സ്നാനത്തിനുള്ളവരെല്ലാവരും ഞാനതിന് ക്ലാസ് എടുക്കുക. 10-18 പേര് സ്നാനപ്പെടാനുണ്ട്. അപ്പം പാസ്റ്ററുടെ മകനും സ്നാനപ്പെടാൻ. അപ്പോൾ എനിക്ക് പാസ്റ്ററുടെ മകൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഉടനെ ഞാൻ നോക്കിയപ്പോൾ അവൻ നല്ലപോലെ തലമുടിയൊക്കെ നീട്ടി ഇങ്ങനെ വളർത്തി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രിയ സഹോദര, നീ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ നീ പോയി തലമുടി വെട്ടിച്ചേച്ച് വരാമോ? ഉടനെ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പെട്ടെന്ന് വന്ന് എന്നോട് പറഞ്ഞു, അപ്പോൾ പാസ്റ്ററുടെ മകനാണെന്ന് എനിക്കറിഞ്ഞൂടാ, പാസ്റ്ററെ, എത്ര നാളത്തെ പ്രാർത്ഥനയുടെ നിമിത്തമാണ് അവൻ ഇങ്ങനെ ഒരു സ്നാനപ്പെടാനായിട്ടൊന്ന് തീരുമാനിച്ചത്. ഏതായാലും അവൻ തലമുടി വെട്ടിയില്ലെങ്കിലും അവനെ ഇങ്ങനെ സ്നാനപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വന്ന് പറയുന്ന, ആ പാസ്റ്റർ വന്ന് പറയുന്നത് മകൻ കേട്ടു. മകൻ കേട്ടിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, മകൻ പറഞ്ഞു, ഞാൻ തലമുടി വെട്ടി വന്നിട്ട് എനിക്ക് സ്നാനം തന്നാൽ മതി. പിന്നെ മകൻ പറയാ, ഇവിടുത്തെ ഉണർവല്ല എൻ്റെ ഗിത്താറിലാണ്. പറഞ്ഞെന്നാൽ സ്വന്തം പിതാവിൻ്റെ മുൻപിൽ പറയുകയാണ്, എൻ്റെ ഗിത്താറിലാണ് ഇവിടുത്തെ ഉണർവല്ല. ഞാൻ ഗിത്താർ സ്പീഡിലടിക്കുമ്പോൾ ഇവർ മറുഭാഷ പറയും, ഞാൻ ഗിത്താറിൻ്റെ സ്പീഡ് കുറയ്ക്കുമ്പോൾ ഇവർ മറുഭാഷ കുറയും. സ്വന്തം പിതാവിൻ്റെ മുൻപിൽ പറയുക. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളിവിടെ പ്രസംഗിച്ചപ്പോൾ എനിക്ക് പാപബോധം ഉണ്ടായി. ഞാൻ ഇന്ന് പോയി തലമുടി വെട്ടിച്ചിട്ട് വന്നിട്ടേ എന്ത് ചെയ്യുന്നുള്ളൂ, സ്നാനപ്പെടുന്നു. അപ്പോൾ അവിടുത്തെ കൊയറിൻ്റെ പുള്ളിക്കാരനാണ്, ആ കൊയർ നടത്തുന്ന പാസ്റ്ററുടെ മകനാണ്. അപ്പോൾ അവൻ പറയുന്നത് എന്താണ്, എൻ്റെ ഗിത്താർ എത്ര സ്പീഡായിട്ട് അടിക്കും അതിനനുസരിച്ചാണ് അവരുടെ ആത്മീയ പ്രവർത്തനം. മറുഭാഷ, ഞാൻ ഗിത്താറിൻ്റെ സ്പീഡ് കുറയ്ക്കുമ്പോൾ അവരുടെ അനുമാനം. അതുകൊണ്ട് അങ്ങനെ ഒടുവിൽ ആ പ്രിയ സഹോദരൻ യുവാവ് പോയി തലമുടി വെട്ടിച്ചിട്ട് വന്നു. പിന്നാണ് സ്നാനം നടത്തിയത്. പിന്നാണ് എല്ലാവരും കൂടെ പോയി സ്നാനം നടത്തിയത്. അപ്പോൾ അത്രയും നാളിരുന്നപ്പോൾ അവന് ലഭിച്ചത് എന്താണ്? ആ നടക്കുന്ന ആത്മാവിൻ്റെ പ്രവർത്തനം ഇളക്കപ്പെരുക്കത്തിൻ്റെ ആത്മാവാണ്. ഇന്ന് ഇളക്കപ്പെരുക്കത്തിൻ്റെ ആത്മാവ്, ഇന്ന് എത്ര നൃത്തങ്ങളാണ് നടക്കുന്നത്. അമേരിക്കയിൽ നിന്നും മറ്റുള്ള സ്ഥലത്തു നിന്ന് മറ്റേ ഗോഡ് TV അല്ലെങ്കിൽ TBNലോ ഒക്കെ വരുന്നതെല്ലാം നൃത്തവും റോക്ക് ആൻഡ് റോളും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കുമോ സ്വർഗം ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ സ്വർഗമാ സാത്താൻ്റെ സ്വർഗമാണ് മുഴുവനും, ദൈവത്തിൻ്റെ സ്വർഗമല്ല. അങ്ങനെ കബളിപ്പിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്നവരല്ല ദൈവത്തിൻ്റെ കുടുംബത്തിൽ ആകുന്നത്. ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് അകത്ത് പോയിട്ട് വീണ്ടും ജനനം നടക്കുന്നവർ. ഞാൻ പറയുന്നതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാ പ്രാസംഗികന്മാരും രക്ഷിക്കപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞ കേട്ടോ നിങ്ങൾ? എല്ലാ സുവിശേഷ പ്രാസംഗികരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രക്ഷിക്കപ്പെടാത്ത പ്രാസംഗികർ അനേകരുണ്ട്.
രക്ഷിക്കപ്പെടാത്ത പ്രാസംഗികർ രക്ഷയെക്കുറിച്ച് എങ്ങനെ പ്രസംഗിക്കും? അവർ ഇളകി ചാടി കുറച്ച് വിടുതലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിടുതലാണ് വേണ്ടിയത്, വിടുതൽ നടക്കുകയും ചെയ്യും. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കം നടക്കും. എന്നാൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ പ്രവർത്തനം ദൈവസഭകളിലേക്ക് ദൈവം അയക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണ്. അവിടെയായി വചനത്തെക്കുറിച്ച് ചിന്തയുള്ളവരും വചനപ്രകാരമാണോ നമ്മൾ നടക്കുന്നതെന്ന് ചിന്തിക്കാൻ ആഗ്രഹമുള്ള ചിലർ അവിടെയായി ദൈവം 1, 2, 3 പേരെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വാസ്തവമായി നാം ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിൻ്റെ ഹൃദയത്തിൽ ദൈവസ്വരൂപത്തിലുള്ളൊരു മനുഷ്യൻ ജനിക്കപ്പെടുന്നു. അകത്തെ മനുഷ്യൻ ജനിക്കപ്പെടുന്നു. ആ ജനനം നടക്കണം. ആ ജനനം നടന്നതുകൊണ്ടാണ് പത്രോസ് പ്രസംഗിച്ച് അന്ന് 3000 പേർ സ്നാനപ്പെടുവാൻ ഇറങ്ങിയത്. കാരണം അന്ന് യെരുശലേമിലുള്ളവരെല്ലാം പ്രതികൂലത്തിന് മുൻപിലാണ്. യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം യഹൂദ മതസാരികളെല്ലാം എങ്ങനെയെങ്കിലും ഈ മാർഗത്തെ മുഴുവനും തകർത്ത് കളയണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ മധ്യത്തിലാണ് 3000 പേർ ക്രൂശിക്കൽ തറയ്ക്കപ്പെട്ടവനായ യേശുവിൻ്റെ പിന്നാലെ പോകാൻ ഒരുങ്ങിയത്. കാരണം പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്നാണ്. അവർ രോഗികളെ തള്ളിക്കൊണ്ട് മുമ്പോട്ട് വരിക എല്ലാവരും ചെയ്തത്. ഞങ്ങളെന്ത് ചെയ്യണം? അവിടെ പാപബോധമുണ്ടായി. അപ്പോൾ പാപബോധം വരാതെ എന്തെല്ലാം ഇമോഷൻ നടത്തിയാലും, കരച്ചിൽ എത്ര നടത്തിയാലും ജനനം നടക്കുന്നില്ല. ജനനം നടക്കണമെങ്കിൽ ഞാൻ പാപിയാണേ എന്ന് അവൻ്റെ മനസ്സാക്ഷിയെ കുത്തത്തക്ക പോലുള്ള ദൈവജനം അവിടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹൃദയത്തിൽ കുത്തലുണ്ടാവും, പാപമേറ്റു പറയാൻ തുടങ്ങും, കരച്ചിലുണ്ടാവും. അതോടുകൂടെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ വചനമാകുന്ന വിത്ത് ഹൃദയത്തിൽ കടന്നു വരും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രതിമയായ ഒരു അകത്തെ മനുഷ്യനുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രതിമയായ. അതുകൂടാതെ എഫേസ്യർ 4:24, എഫേസി 4:24, എഫേഷ്യൻസ് 4:24 എന്നോട് വായിച്ചാൽ. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി. അപ്പോൾ നമ്മുടെ അകത്ത് ഇന്ത്യമെപ്പെടും. और नए मनुष्यत्व को पहन लो जो परमेश्वर के अनुरूप सत्य की धार्मिकता और पवित्रता में सृजा गया है. അപ്പോൾ നമ്മുടെ അകത്തെയുള്ള മനുഷ്യൻ വാസ്തവത്തിൽ വിശുദ്ധിയിലും നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നു, വായിച്ചാൽ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിച്ചു. 1 യോഹന്നാൻ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയില്ല. പല യോന 3:9. जो कोई परमेश्वर से जन्मा है वह पाप नहीं करता क्योंकि उसका बीज उसमें बना रहता है और वह पाप कर ही नहीं सकता. वो पाप कर ही नहीं सकता क्योंकि परमेश्वर से जन्मा है. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നവൻ പാപം ചെയ്യാൻ കഴിയുകയില്ല. അതിൻ്റെ കാരണം എന്താണ്? അകമേയുള്ള മനുഷ്യൻ പുറമേയുള്ള മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോഴേക്കും ശക്തമായി എതിർക്കുകയാണ്. നീ ചെയ്ത് തെറ്റ് 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 ഏറ്റു പറയുന്നത് വരെ അവിടെ സമാധാനം ഉണ്ടാകുകയില്ല. അപ്പോൾ വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ഒരു കള്ളം പറഞ്ഞാലും ഒരു തെറ്റ് വന്നാലും ആരെ കണ്ട് എങ്ങനെ ഒന്ന് ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് അവൻ്റെ ആഗ്രഹം. എന്നാൽ രക്ഷിക്കപ്പെടാത്ത സഭയിൽ സ്നാനപ്പെട്ട് കുറച്ച് അന്യഭാഷയും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എത്ര തെറ്റ് ചെയ്താലും മറ്റുള്ളവർ 4 പേര് സാക്ഷികളിൽ നിന്ന് ഈ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും സമ്മതിക്കാൻ ഒരുക്കമല്ല.
എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിനോട് ആരും പറയേണ്ട ആവശ്യമില്ല. അവൻ തനിയേ എഴുന്നേറ്റ് ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ കള്ളം പറഞ്ഞു പോയി, ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഞാൻ ഇങ്ങനെ ചെയ്തു പോയെന്ന്. കാരണം അവനിലുള്ള അകത്തെ മനുഷ്യൻ അവനെ നിർബന്ധിക്കുകയാണ്, നീ ചെന്ന് പറ. ഇവിടെ അതിന് സാക്ഷികളുടെ ഒന്നും ആവശ്യമില്ല. അകത്തെ മനുഷ്യനിൽ ആരുടെ ഉള്ളിലുണ്ടോ അവനെ തെറ്റിയതെന്ന് പറയാൻ സാക്ഷികളുടെ ഒന്നും ആവശ്യമില്ല. അവൻ അത് ഏറ്റു പറയാതെ അവൻ ഉറക്കം വരികയില്ല. അതുകൊണ്ടാണ് പറയുന്നത് തെറ്റ് ചെയ്യുന്നില്ല, അവനെ ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം അവൻ അകത്തെ മനുഷ്യൻ അതിനുവേണ്ടി അവനെ അനുവദിച്ചില്ല. ശരീരം ബലഹീനമായതുകൊണ്ട് തെറ്റ് വന്നു. തെറ്റ് വന്നപ്പോൾ അകത്ത് പെട്ടെന്ന് അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയി. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ കടക്കാരൻ അറിയാതെ ഒരു 5 രൂപ കൂടുതൽ തന്നാൽ മനസ്സിലായാൽ തിരിച്ചു കൊടുക്കുന്നത് വരെയും ആ ഭാരമാണ്. അയ്യോ അവൻ 5 രൂപ കൂടുതൽ തന്നല്ലോ, തിരിച്ച് അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. ഏതെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അയ്യോ ഞാൻ പറഞ്ഞത് കള്ളമാണ്, അതെങ്ങനെയെങ്കിലും അത് ശരികരിക്കണം എനിക്ക് എന്നുള്ളതായ പ്രേരണ വരുന്നില്ല എങ്കിൽ വീണ്ടും ജനനം നടന്നിട്ടില്ല. കർത്താവ് പറഞ്ഞു, മനുഷ്യർ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വയലിൽ വന്ന് കള വിതച്ചിട്ട് പോയി. ഇപ്പം കളയും നല്ലതും കൂടെ ഒന്നിച്ച് വളരുക. അപ്പോൾ ഇന്ന് സഭയിൽ ഒത്തിരി കള കയറിയിട്ടുണ്ട്. അപ്പോൾ വിത്തും കളയും കൂടെ ഒന്നിച്ച് വളരുക, ഇത് നല്ലതിന് തന്നെ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ള അകത്തെ മനുഷ്യൻ എപ്രകാരമുണ്ട്? അകത്തെ മനുഷ്യൻ ഏതെങ്കിലും വിധത്തിൽ ദുഃഖിതനായിരിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് അകത്തെ മനുഷ്യൻ നിങ്ങളെ ഭരിക്കുന്നവനായി തീരണം. ഏതെങ്കിലും അത് എത്ര വില കൊടുക്കേണ്ടി വന്നാലും അകത്തെ മനുഷ്യൻ പറയുന്നത് പോലെ, കാരണം അകത്തെ മനുഷ്യൻ ദൈവത്താൽ ജനിക്കപ്പെട്ടവനാണ്, ദൈവീക സ്വരൂപത്തിലുള്ളവനാണ്, പൂർണ്ണമായി നീതിയിലും വിശുദ്ധിയിലുമുള്ള. ഹല്ലേലൂയ. അപ്രകാരമുള്ള ഒരു അകത്തെ മനുഷ്യൻ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ്, അങ്ങനെയാണ് നാം കർത്താവിൻ്റെ സന്നിധിയിൽ മുൻപോട്ട് വരുവാൻ ഇടയായിട്ടുള്ളത്. അങ്ങനെ മുൻപോട്ട് വരുമ്പോൾ ആണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വീണ്ടും നമ്മുടെ പുറത്തെ മനുഷ്യനെ ഒന്ന് ഒരുക്കാൻ ദൈവം പരിപാടി കൊടുത്തിട്ടുണ്ട്. 1 കൊരിന്തി 12:12-13. 1 കൊരിന്തി 12:12-13. ആ पढ़ो हिंदी में पहला कोरिन्थी 12 का 13 पढ़ो. हाँ. क्योंकि